everyone, welcome to my YouTube channel. എല്ലാവർക്കും സുഖാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. എൻ്റെ ജാനി എന്ന് പറയുന്നത് എൻ്റെ അനിയത്തിയാണ്. അവളുടെ ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻ ആണ്. അവൾ CBSE പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സഹോദയ എന്നാണ് ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷൻസിനെ പറയാറ്, CBSE. അപ്പോൾ അവൾ ഇന്ന് മോണാക്ടിനാണ് മത്സരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും അവൾക്ക് വേണം. അപ്പോൾ കലോത്സവത്തിലെ ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. നേന്ത്രപ്പഴം നുറുക്കിയതായിരുന്നു നെയ്യിലിട്ടിട്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഇത് എൻ്റെ വീട്ടിലെ പുതിയ മെമ്പറാണ്, പീലി എന്നാണ് പേര്. സൺ കോണിയൂർ എന്നുള്ള ബേർഡാണ്. ആള് കുഞ്ഞു മാവ കേട്ടോ, ഒരു 1 month ഒക്കെ ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും, എന്ത് കിട്ടിയാലും ആൾക്ക് വേണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ മെയിൻ ക്യാരക്ടർ ജാനി. അവളുടെ ഫുൾ നെയിം നീലാഞ്ജന എന്നാണ്. ജാനിക്കുട്ട, ടെൻഷൻ ഉണ്ടോ? നന്നായിട്ടുണ്ട്. നല്ല ടെൻഷൻ ഉണ്ടോ? ഇതാണ് അല്ലേ ഔട്ട്ഫിറ്റ്, ചുരിദാർ. ഓക്കെ, സാറ് പറഞ്ഞാണോ ഈ ഔട്ട്ഫിറ്റ് ഇടണമെന്ന്? സാറും പിന്നെ മോണാക്ടിന്റെ തീം അനുസരിച്ച്. ഓക്കെ, ജാനി പഠിക്കുന്ന കലാഭവൻ ഉഷ സാർ അടുത്താണ്. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റേജിൽ കാണാം അല്ലേ? നൗഷാദ് സാർ ജാനിയുടെ മാത്രമല്ല എൻ്റെയും ഗുരുവായിരുന്നു. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് CBSE സ്റ്റേറ്റ് വിന്നറായിരുന്നു. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻഡോസോൺ മോണോആക്ടിൽ വിന്നറായിരുന്നു. അപ്പോൾ സാറ് തന്നെയായിരുന്നു എൻ്റെയും ഗുരു. ആ ക്രെഡിറ്റ് ഫുള്ള് സാറിനാണ്. നമ്മൾ സാറിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യത്യാസം, നമ്മളിപ്പോൾ ഒരു വീഡിയോ നോക്കി പഠിക്കുമ്പോൾ, മോണോആക്ടൊക്കെ ചെയ്യുമ്പോൾ ചില സമയത്ത് ചിലർ വീഡിയോ നോക്കി പഠിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു ഗുരുവിൻ്റെ അണ്ടറിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മോണോആക്ടിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത്, മോണോആക്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു സാറിൻ്റെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, ആ ഒരു മോണോആക്ട് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന് മനസ്സിലായത് ഞാൻ സാറിൻ്റെ അണ്ടറിൽ പോയപ്പോഴാണ്. നമുക്ക് നമ്മുടെ ഉള്ളിലെ ഒരു കാലിബർ പുറത്തെടുക്കാനൊക്കെ സാറ് നല്ല പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നൗഷാദ് സാറിൻ്റെ അടുത്ത് പഠിക്കുമ്പോൾ ഉള്ളൊരു കംഫർട്ടബിലിറ്റി വേറെ എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമാണ് സാറിൻ്റെ അണ്ടറിൽ നമുക്ക് 2 പേർക്കും ഒരേപോലെ തന്നെ പഠിക്കാൻ പറ്റിയല്ലേ. ഞാനവിടെ ചുമ്മാ ഇരിക്കുന്ന കണ്ടപ്പോൾ അമ്മയ്ക്ക് പ്രാന്തായതാണ്, സമയം കളയലെന്ന് പറയായിരുന്നു കേട്ടോ അമ്മേനോട്. ഞാൻ ചെറുതായിട്ട് അച്ചച്ചയുടെ കാല് പിടിക്കുന്ന വീഡിയോ എടുക്കാൻ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോയി ബട്ടൺ. അപ്പോൾ അമ്മമ്മയുടെ കാല് പിടിക്കുന്ന ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമുക്ക്. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. എൻ്റെ നാണ് ഇവിടെ ഇരുന്ന് എന്താ നടക്കണമെന്ന് നോക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ നമ്മൾ പുറപ്പെടുകയാണ്. നമ്മൾ ടാക്സിയാണ്. ഇപ്രാവശ്യം അച്ഛയില്ല. അപ്പോൾ ഷൂട്ടായതുകൊണ്ട് നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം. ഇന്നത്തെ കോമ്പറ്റീഷന് ജാനി മാത്രമല്ല, അമ്മയുടെ ഒരുപാട് സ്റ്റുഡൻസ് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ, എന്താണ് കലോത്സവത്തിനെ കുറിച്ച് പറയാനുള്ളത്? കലോത്സവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വാക്കിൽ തന്നെ കലകളുടെ ഉത്സവം, അത് തന്നെയാണ് അതിന് കറക്റ്റായ. പിന്നെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു രീതി. പിന്നെ ഒരുപാട് കാലത്ത് അവരെല്ലാ കുഞ്ഞുങ്ങളുടെ ഈ ഒരു കലോത്സവ വേദിയിലേക്ക് വരാൻ വേണ്ടി അവരുടെ ഒരുപാട് കാലത്ത് പ്രാക്ടീസ് അതൊക്കെ ചെയ്ത് ആണ് അവരെല്ലാവരും ഈ വേദിയിലേക്ക് എത്തുന്നത്. അവർക്ക് അതിൻ്റെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും
എൻ്റെ സ്ട്രെസ് കുറയ്ക്കാനും ഷാർട്ടിനാണ് ശരിക്കും പക്ഷേ ഷാർട്ടിലേക്ക് ഷൂട്ടിലാണ്. അപ്പോൾ ഈ പ്രാവശ്യം പക്ഷെ നന്ദുണ്ട്. നന്ദ ആദ്യമായിട്ട് അനിയത്തിൻ്റെ മത്സര വേദിയിലേക്ക് നന്ദിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ മകൾ മാത്രം എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ബേക്കറിയിൽ കയറി. നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ ബോറടിച്ചിരിക്കണ്ടല്ലോ, അപ്പോൾ ഫുഡ് വിട്ടിട്ട് ഒരു കളിയില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ അടുത്തുള്ളൊരു ബേക്കറിയിൽ പോയതാണ്. അപ്പോൾ ജാനിമോക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് പോവാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മേടിച്ചു. നമ്മളിതാ തിരിച്ചു പോവുകയാണ് സ്കൂളിലോട്ട്. സെൻറ് ഡൊമിനിക് ശ്രീകൃഷ്ണപുരത്താണ് അവളുടെ കോമ്പറ്റീഷൻ നടക്കുന്നത്. ഇതാണ് അവളുടെ കോമ്പറ്റീഷൻ നടക്കുന്ന സ്പോട്ട്. സ്കൂളിൻ്റെ അകത്തല്ല, പുറത്താണ് ഇപ്രാവശ്യം അവളുടെ മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാളിൽ, കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറഞ്ഞ ഹാളിലാണ്. എനിക്ക് അങ്ങോട്ട് കയറിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ കോമ്പറ്റീഷൻ കാലമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാനിതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡാൻസിനൊക്കെ എല്ലാ കൊല്ലവും സഹോദയ ഡിസ്ട്രിക്റ്റിൽ മത്സരിച്ച ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ജാനി ഇപ്പോൾ മത്സരിക്കാൻ പോകുമ്പോഴും എനിക്ക് കോമ്പറ്റീഷൻ എല്ലാം കാണുമ്പോൾ ഒരുപാട് ടാലൻറ്റഡായ കുട്ടികൾ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വീണ്ടും ഒരുപാട് നാൾക്ക് ശേഷം ബാക്ക് ടു റൂട്ട്സ് എന്ന് പറയുന്ന പോലെ കോമ്പറ്റീഷൻ കാണാൻ വന്നതൊക്കെ. അവിടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കോമ്പറ്റീഷൻ തുടങ്ങുന്ന ടൈം വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചു. ഞാനും ജാനി അങ്ങനെ മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അമ്മ ചപ്പാത്തിയും വെജ് കുറുമയും കഴിച്ചു. അങ്ങനെ അമ്മേനെയും ജാനീനെയും ഹാളിലാക്കിയിട്ട് ഞാൻ ജാനി മോളുടെ ID കാർഡ് വാങ്ങാൻ വേണ്ടി പോയതാണ് സ്കൂളിലോട്ട്. സെൻറ് ഡൊമിനിക്സിന് ടീച്ചറുടെ അടുത്ത് നിന്ന് ID കാർഡ് മേടിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ജാനിയുടെ ID കാർഡ് കിട്ടി. ഇതാണ് അവളുടെ കലോത്സവത്തിന് അവൾ വെയർ ചെയ്യേണ്ട ID കാർഡ്. ഇതിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു ജാനീനെ. ഭയങ്കര വേറെ ഒരു കുട്ടിയെ കാണുന്ന പോലെ ഉണ്ട് ഇപ്പോൾ ID കാർഡിൽ കാണുമ്പോൾ. ജാനി എന്താ തോന്നുന്നേ? ടെൻഷൻ ആവുന്നുണ്ടോ? നല്ല ടെൻഷൻ ആവുന്നുണ്ടോ? നല്ലോണമില്ല, കുറച്ച്. എനിക്ക് ആ സ്റ്റേജ് കാണുമ്പോ ചെറുതായിട്ട് ജഡ്ജസ് ഒന്നുമില്ല അപ്പൊ അവിടെ ബ്രേക്കാ, നല്ലൊരു ടെൻഷൻ. അങ്ങനെ ജാനിമോൾ അങ്ങോട്ട് പോയി. ഞാനും അമ്മ അവിടെ ഇരിക്കുകയായിരുന്നു കാണാൻ വേണ്ടി. അപ്പം ജാനി ഇതാ ഇരിക്കുന്നു. ആ ദൂരെയുള്ള ആ പിങ്ക് ടോപ്പ് ജാനിയാണ്. ഇടക്കിടക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇപ്പം ഇങ്ങോട്ട് നോക്കുന്ന തോന്നുന്നത്. ആ കറക്റ്റായിട്ട് മാഡം നോക്കി, ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് നമ്മളെ. അങ്ങനെ കോമ്പറ്റീഷൻ തുടങ്ങി. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരുടെ പെർഫോമൻസും കണ്ടിരിക്കാൻ തന്നെ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എൻ്റെ ജാനി മാത്രം കോമ്പറ്റീഷൻ ഒന്നും ഞങ്ങളെ ബാധിക്കുന്നേ ഇല്ലാത്ത രീതിയിൽ അവിടെ ആരോ മത്സരിക്കുന്നു, ആരോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ അതൊന്നും ബാധിക്കുന്നില്ല. അവിടെ ഒരു ഗ്രൂപ്പ് തന്നെ അവളവിടെ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇരുന്നിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് അതായിരുന്നു ഏറ്റവും ഇഷ്ടം. ഒന്നുകൂടെ പറഞ്ഞോ, ഒന്നുകൂടെ പറഞ്ഞോ. ഞാൻ കുട്ടിയുടെ ജമ്പ് മറക്കില്ല, ജമ്പ് മറക്കില്ല. ഞാൻ ഇടക്കിടക്ക് ജമ്പ് പിടിച്ച് ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം. ഇത് പ്രതീക്ഷ, അമ്മയുടെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. ആള് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് അമ്മയെ കാണാൻ വേണ്ടി വന്നത്. അപ്പം ഞാൻ ചുമ്മാ വീഡിയോയിൽ കോമ്പറ്റീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആളോട് ചോദിക്കുകയായിരുന്നു ചുമ്മാ. അങ്ങനെ ജാനിയുടെ ടേണായി. അപ്പോൾ അവൾ ഇനി പെർഫോം ചെയ്യാൻ പോകുന്ന മൈക്കൊക്കെ സെറ്റ് ചെയ്യാണ്. അവളുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അമ്മയുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒളിഞ്ഞു നോക്കുന്നത്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ടാണ് അമ്മ ഈ ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം അപ്പം എല്ലാം കഴിഞ്ഞ് അവൾ നല്ല ഹാപ്പി ആയിട്ട് വന്നു. അവളുടെ പെർഫോമൻസ് എന്തായാലും നമുക്ക് ഇഷ്ടമായി, നമ്മളും ഹാപ്പി, അവളും ഹാപ്പി. അപ്പോൾ എന്തായാലും സന്തോഷമായി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഫുൾ കോമ്പറ്റീഷൻ കാണാൻ നിന്നില്ല, നമ്മൾ തിരിച്ചു അവിടെ നിന്ന്. കാരണം ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വിശപ്പിൻ്റെ വിളി അറിഞ്ഞപ്പോൾ ആ മേടിച്ച സ്നാക്സ് എല്ലാം കഴിച്ചു. ഞാൻ മഫിൻസ് ആണ് കഴിച്ചത്. പിന്നെ ഇതാ അവിടെ എല്ലാവരും ഗംഭീര തീറ്റയായിരുന്നു. നമുക്ക് എല്ലാവർക്കും നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു. ഉള്ള സ്നാക്സ് എല്ലാം എടുത്ത് കഴിച്ചു.
അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ആസ് യൂഷ്വൽ എൻ്റെ നാണുക്കുട്ടനാണ് നമ്മളെ ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്യാൻ വരാറ്. അതെപ്പോഴും അങ്ങനെയാണ്. അവൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയി വന്നാലും അവന് നമ്മൾ ദുബായി പോയി വന്ന ഒരു എക്സൈറ്റ്മെന്റ് ആണ് എപ്പോഴും കാണിക്കുക. അത് മോസ്റ്റ് ഓഫ് ദ ഡോഗ്സും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ എവിടെ പോയി വന്നാലും ഇങ്ങനെ ഫസ്റ്റ് ഇൻവൈറ്റ് ചെയ്യാൻ മുന്നിലുണ്ടാവും ആള്. അപ്പൊ നമുക്ക് ഇവനെ കണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ ഇവൻ എപ്പോഴും ഉണ്ടാവും കേട്ടോ, നമ്മുടെ പുറകെ വരും ഇങ്ങനെ. എൻ്റെ പീലി കുഞ്ഞിനെ ഞാൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എടുക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. ഇങ്ങനെ മിണ്ടാതിരുന്നോളൂ കേട്ടോ, വലിയ ശല്യമൊന്നുമില്ല. ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ ഉമ്മയൊക്കെ തരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു കുഴപ്പമില്ലാതെ ഇരുന്നോളൂ അവള്. നാണുകുട്ടാ ബാ, ഇവിടെ വാ. നാണുവിന് പീലീനെ ഇഷ്ടമല്ല, അതാ വരാത്ത അടുത്ത്. നാണു നാണു ഒന്ന് വായോ, ഒന്ന് മൈൻഡ് ചെയ്യടാ. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. ഇപ്പോൾ നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ജാനിയുടെ റിസൾട്ട് വന്നു. അവൾക്ക് ഇപ്രാവശ്യം പ്രൈസ് ഇല്ല. പക്ഷേ എന്തായാലും അവളുടെ ബെസ്റ്റ് നന്നായി ചെയ്തിട്ടുണ്ട്. അമ്മ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്, ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് അവൾ ചെയ്തതിൽ. അപ്പോൾ എന്തായാലും ഇനിയും അവസരങ്ങൾ വരും. അപ്പോൾ അവളുടെ ബെസ്റ്റ് അവൾക്ക് കൊടുക്കാൻ പറ്റട്ടെ എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്. എന്തായാലും നമ്മൾ ഹാപ്പിയാണ് അവളുടെ പെർഫോമൻസിൽ. അപ്പോൾ ഞങ്ങളുടെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ.